ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ചെയ്തിട്ട്, അതായത് ഒരു സിസ്റ്റം ചെയ്തതിന് ശേഷം എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊരു സിസ്റ്റം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നല്ല അഭിപ്രായമായിരുന്നു. ആ ഒരു സിസ്റ്റം ചെയ്തിട്ട് കൊണ്ടുപോയ കസ്റ്റമറിനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല അഭിപ്രായമായിരുന്നു. ആ ആൾ കൊണ്ടുപോയിട്ട്, ആ കസ്റ്റമർ നമ്മുടെ ഒരു യൂട്യൂബ് കസ്റ്റമർ തന്നെയായിരുന്നു. ആ ആൾ കൊണ്ടുപോയതിന് ശേഷം അത് കണ്ടിട്ട്, ആ ഒരു സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് വീണ്ടും നമുക്കൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 4ാമത്തെ ഓർഡറാണ്. ആ ഒരു സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് കണ്ണൂരേക്കാണ് നമുക്ക് ഇനി ഇത് അയക്കേണ്ടത്. അപ്പോൾ ഞാൻ അന്ന് ചെയ്തതിനകത്തുനിന്ന് ഒരു ചെറിയൊരു വ്യത്യാസം കൂടി ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. എല്ലാം ബേസിക്കലി ഇതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചാനൽ വാട്സും സബും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വ്യൂ മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കരോക്കെ, ഒരു മൈക്കിൻ്റെ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചാനൽ 100+100 ആണ്. സബൂഫർ 200 വാട്ട്സ് ആണ് വരുന്നത്. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് TDA 7294 IC ആണ്. നമ്മൾ സബിനാണെങ്കിലും ചാനലിനാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും നമ്മൾ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൾ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനകത്ത് നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു വ്യൂ മീറ്റർ, ഒരു മൈക്കിൻ്റെ സോക്കറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് മൈക്കും പ്ലസ് നമുക്ക് ഒരു മൈക്ക് കണക്ട് ചെയ്യാം. കരോക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഈ ഒരു വ്യൂ മീറ്റർ, അതായത് ബോക്സ് ടൈപ്പ് ഒരു വ്യൂ മീറ്ററും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ബാക്കിയുള്ളതൊക്കെ പഴയതുപോലെ തന്നെയാണ്. നമ്മൾ ബാസിൻ്റെ സബിൻ്റെ ഒരു നോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ കൺട്രോളറായിട്ട് നമ്മൾ നോബും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ്ഡാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പവർ സപ്ലൈ ചെയ്യുന്നതിനെ നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 10 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ ടാപ്പിംഗ് വരുന്നത് 18.018 ആണ്. ഇതിൻ്റെ ടാപ്പിംഗ് വരുന്നത് അത് 10 ആംപിയറാണ് ട്രാൻസ്ഫോമർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ചാനലിനായിട്ടും സബിനായിട്ടുമാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 2 ബക്ക് കൺവെർട്ടറിൽ ഒന്ന് ഫാനിനും ലൈറ്റിനും വേണ്ടിയും ഒന്ന് കൊടുത്തിരിക്കുന്നത് USB മോഡ്യൂളിനും നമ്മുടെ വ്യൂ മീറ്ററിനും വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബോർഡ്. നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. 7294ൻ്റെ ബോർഡാണ്. സബിന് വേണ്ടി 2 IC നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ട് 2 എണ്ണം കൊടുത്തിരിക്കുന്നത് 100+100 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ബാസ് ട്രബിൾ ബോർഡും, ബാസ് ട്രബിൾ വിത്ത് സബിൻ്റെ ഫിൽറ്റർ അങ്ങനെ ചേർന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളൊരു ബോർഡാണ്. ഇത് എക്സ്ട്രീം ഓഡിയോസിൻ്റെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു ബോർഡ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു നല്ലൊരു 3 പിൻ AC കോഡ് കൊടുത്തിട്ടുണ്ട്, ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ് സബ് പുഷ് ടൈപ്പ് സ്പീക്കർ സോക്കറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്, 3 ഇഞ്ചിൻ്റെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇവിടെയാണ് ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഓക്സ് ഇൻപുട്ട് വരുന്നത്. ഇത് നമ്മൾ FM-ൻ്റെ ആൻറ്റിനയായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു സൈഡ് വെറുതെ ഒരു വൃത്തികേടായിട്ട് കിടക്കണ്ടായല്ലോ എന്ന് കരുതി നമ്മളിത് വെറും ഡമ്മി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.